എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാത നിർമ്മാണങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയപാത 544 കൊരട്ടിയിലെ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ NH66, അതായത് നമ്മുടെ കർണാടക അതിർത്തിയായിട്ട് തലപ്പാടി മുതൽ തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തി വരെയായിട്ടുള്ള കാറോട് വരെ നീണ്ടു കിടക്കുന്ന ദേശീയപാത, ആ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ ഭാഗങ്ങളിലൂടെ, ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത് ഈ ദേശീയപാത ഇടപ്പള്ളി മുതൽ മുത്തവന്നം വരെ, അത് കഴിഞ്ഞ് മുത്തവന്നം, കൊടുങ്ങല്ലൂർ, തളിക്കുളം വഴി കാപ്പിരിക്കോട് വഴി വളാഞ്ചേരി, രാമനാട്ടുകര ഭാഗത്ത് എത്തിച്ചേരുന്നു. ഇതാണ് ഇതിൻ്റെ റൂട്ട്. ഇതിൽ നിന്ന് എൻ്റെ ഫോളോവറായിട്ടുള്ള ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ്. അതായത് ഈ NHൻ്റെ ചില ഭാഗങ്ങളിലൂടെ വണ്ടികൾ കടത്തിവിടുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്, ചില ഭാഗങ്ങളിലൂടെ കടത്തിവിടുന്നുണ്ട്, ചില ഭാഗങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളോ സംഭവങ്ങളൊന്നും യാത്രക്കാർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇന്ന് എൻ്റെ ഈ സുഹൃത്ത്, ഫോളോവറായിട്ടുള്ള സുഹൃത്ത്, വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത്, അദ്ദേഹം കുന്നംകുളംകാരനാണ്, വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് ഈ മേൽപ്പാലം ഇറങ്ങി വരുന്ന ഭാഗത്ത് ഒരു ഓപ്പോസിറ്റ് ഒരു ടോറസ് വണ്ടി മണ്ണ് നിറച്ച് വരാണ്. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ആ വീഡിയോയുടെ തുടക്ക ഭാഗങ്ങളിൽ തന്നെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറേ വണ്ടികൾ, ലോറികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു ടോറസ് ലോറി നേരെ വരാണ്. നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ കാർ ഓടിക്കുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിലുള്ള കഴിവോ എന്താണെന്നറിയില്ല, വെട്ടിച്ച് ആ പോകുമ്പോഴേക്കും ആ ടോറസ് സൈഡിലൂടെ കയറി വരാണ്. അതിൽ നിന്ന് മണ്ണും സാധനങ്ങളൊക്കെ വീണുണ്ട്. ജസ്റ്റ് ഒരു നിമിഷം മതി, ഒന്ന് തെറ്റിയിരുന്നെങ്കിലോ ആ ടോറസ് ഡ്രൈവർക്കും ഈ ഇവിടെ നിന്നുള്ള നമ്മുടെ സുഹൃത്തിനും ഒക്കെ തന്നെ ആകെ ഒരു ഭയപ്പാടായിരിക്കും. കാരണം ഇങ്ങനൊരു കാർ ഓടിച്ച് പോകുന്ന ആൾക്ക് നേരെ ഓപ്പോസിറ്റ് വൺ വേ ആയിട്ട് പോകുന്ന നമ്മുടെ മേൽപ്പാലത്തുമേ ഓപ്പോസിറ്റായിട്ട് വണ്ടി കയറി വരാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അത് നടുക്കേ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് വലിയൊരു ദുരന്തമായിരുന്നു അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല, എന്തോ ഭാഗ്യത്തിന്. ആ ലോറിയിൽ നിന്നുള്ള മണ്ണും സാധനങ്ങളൊക്കെ നേരെ വീഴുന്നുണ്ട്. അതിൽ കല്ലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരെ ഈ കാർമേലിക്കാൻ വേണം, കാർ പപ്പടായി പോകും. അപ്പോൾ ഞാനിത് അധികൃതരെ ചൂണ്ടിക്കാണിക്കുന്ന സംഭവം, നിങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ അതിൽ കൂടെ വാഹനങ്ങൾ കടത്തിവിടാതിരിക്കാനായിട്ടുള്ള ദിശാസൂചകങ്ങളോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും നിർത്തി വഴി ബ്ലോക്കാക്കുക. ഇതല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഈ ഓടിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഭാഗം പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ടല്ല ഈ വാഹനം ഓടിച്ചു വരുന്നത്. എതിർ ദിശയിൽ ഏത് സമയവും വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോറികൾ കടന്നു വരാം, അപകടമുണ്ടാകാം. ഇത് ഇന്നലെ നമ്മുടെ ഫോളോവറിന് സംഭവിച്ചു, നാളെ നിങ്ങൾക്കും സംഭവിക്കാം. അപ്പോൾ ഈ വഴി പോകുന്നവർ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കോഴിക്കോട് ഭാഗത്തേക്ക് കയറുമ്പോൾ പ്രശ്നമില്ല. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃപ്പയാറിലേക്ക് പോയായിരുന്നു. അപ്പോൾ ആ പോണ വഴിക്ക് റൂട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ഈ ദേശീയപാത NH66 അതിൻ്റെ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഏത് സമയവും നമ്മുടെ മുന്നിലേക്ക് എതിർ ദിശയിലൂടെ ഇതുപോലെ ലോറികൾ കടന്നു വരാം. ഈ ലോറികൾ കടന്നു വരാമെന്ന് പറയുന്നത് തന്നെ വലിയ അപാകതയാണെന്ന്. ഇത് അധികൃതർ യാതൊന്നും ശ്രദ്ധിക്കാതെയുള്ളൊരു ഇതിലാണ് നടക്കുന്നത്. ഞാൻ പറയുന്നത് മറ്റ് സംവിധാനങ്ങൾ, ഇത് നിയന്ത്രിക്കേണ്ട സംവിധാനങ്ങളൊക്കെ വിഷയത്തിൽ ഇടപെടണം. അല്ലെങ്കിൽ വണ്ടികൾ വന്ന് ഇടിച്ച് തവിടുപിടിയും. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സംഭവം ഇന്നലെ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഫോളോവർ, കുന്നംകുളംകാരനായിട്ട് നമ്മുടെ ഫോളോവർ രക്ഷപ്പെട്ടു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ റൂട്ടിലൂടെ പോകുന്നവർ, മേൽപ്പാലങ്ങളൊക്കെ കയറി പോകുന്നവർ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. പിന്നെ കേസിന് പോയിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. ജീവൻ വലുതാണ്. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഒപ്പം ഹൈവേ അതോറിറ്റിയിലും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ആളുകളും നിങ്ങൾ ആളുകളെ കൊലക്കി കൊടുക്കരുത്. നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ വാഹനങ്ങൾ അതിലൂടെ കയറ്റി വിടാതിരിക്കുക. അതല്ലെങ്കിൽ ആളുകളുടെ ജീവൻ പന്താടുന്നതിന് തുല്യമാണ് ഇമാതിരി പരിപാടികൾ ചെയ്യുന്നത്. ആ ലോറി ഡ്രൈവർക്കും ആ കാർ ഓടിച്ചിരുന്ന ആളും ഭാഗ്യം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.